കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ശ്രീരാമക്ഷേത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഹൈന്ദവരായവർക്ക് അതുപോലെ തന്നെ ശ്രീരാമ ഭക്തർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും. ഇന്ന് കൊല്ലം ജില്ലയിലുള്ള ഒരു ശ്രീരാമക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ കുളിച്ച് വൃത്തിയായിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താൻ. അതുപോലെ തന്നെ നോൺ വെജ് മത്സ്യമാംസാദികൾ കഴിക്കാതെ ഒരു വ്രതശുദ്ധിയോടുകൂടി പോകണം എന്നുകൂടി വിശ്വസിക്കുന്നവരാണ് ഹൈന്ദവർ. അങ്ങനെയാണ്, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാവുക എന്നത് തന്നെയാണ് ആ ആശയത്തിനും പിന്നിലുള്ളത്. നമ്മൾ മീനും ഇറച്ചിയൊക്കെ കഴിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് പൊതുവെ പാപമായിട്ടാണ് കരുതപ്പെടുന്നത്. തന്നെയല്ല, ക്ഷേത്ര പരിസരത്ത് മീനും ഇറച്ചിയും വിൽക്കുന്നതും ഒക്കെ കേരളത്തിൽ നമ്മൾ കാണാറില്ല, അപൂർവമാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന ഈ ശ്രീരാമക്ഷേത്രം വളരെ അപൂർവമായ ഒരു കാഴ്ചയുള്ള ക്ഷേത്രമാണ് കേട്ടോ. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൊല്ലം ജില്ലയിൽ കൊല്ലം പട്ടണത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ട് തിക്കരയാറിൻ്റെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രോഹിണി ദിവസമാണ് അപൂർവമായ ഈ കാഴ്ച ഇവിടെ കാണാനാവുന്നത്. ഇനി ഈ കാഴ്ച എന്താണെന്ന് പറയാം. ക്ഷേത്രമുറ്റത്ത് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മീൻ ചന്ത നടത്തും. രാവിലെ 3 മണിക്ക് ആരംഭിക്കുന്ന മീൻ കച്ചവടം രാത്രി വരെ നീളും. മീൻ വാങ്ങി ക്ഷേത്രം തീണ്ടി വലം വെച്ചാണ് ഭക്തർ കടന്നു പോവുക. മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ട 2 ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അത് പറയാം. ശ്രീരാമന് ഗുഹനോടുള്ള നന്ദിയുടെയും കടപ്പാടിന്റെ ഓർമ്മ പുതുക്കലാണത്രേ മീൻ കച്ചവടത്തിന് പിന്നിൽ. അതൊരു ഐതിഹ്യം. മറ്റൊന്ന്, ഇതര മതസ്ഥനും സമീപവാസിയും മീൻ കച്ചവടക്കാരനുമായ ഒരു യുവാവ് പതിവായി ക്ഷേത്രത്തിൽ വരാറുണ്ടായിരുന്നു. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ പതിവായിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിലെത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നത് അത്രേ. അതിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. അവർ ഈ യുവാവിനെ ഉപദ്രവിച്ചു. തുടർന്ന് നാട്ടിൽ തുടർച്ചയായ അനർത്ഥങ്ങളുടെ പ്രവാഹം ഉണ്ടായി. അതിൽ പരിഹാരമായി തെളിഞ്ഞത് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ആ യുവാവിനെയും അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും കച്ചവടത്തിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യണം എന്നാണ്. പല ഐതിഹ്യങ്ങളും ഇതുകൂടാതെ നിലവിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ക്ഷേത്രമുറ്റത്തെ മീൻ കച്ചവടം കാലങ്ങളായിട്ട് അങ്ങനെ തുടർന്നു പോവുകയാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയാം. ശ്രീരാമൻ സീതാന്വേഷണാർത്ഥം സഞ്ചരിക്കുന്ന അവസരത്തിലാണ് വെളിനല്ലൂർ എന്ന ഈ സ്ഥലത്തെത്തിയത് എന്നാണ് സങ്കല്പം. ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെട്ടതും ബാലി സുഗ്രീവ യുദ്ധം നടന്നതും ഇവിടെ അടുത്തുള്ള പോരേടത്താണ് എന്ന വിശ്വാസം. മാത്രമല്ല, ജടായു ചിറകറ്റു വീണു എന്ന് സങ്കല്പിക്കുന്ന ചടയമംഗലം, ഭരതക്കുറി എന്ന പകൽക്കുറി, ശ്രീരാമസ്വാമിയുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന മണ്ണൂർക്കാവ് തുടങ്ങി വെളിനല്ലൂരിനെ രാമായണവുമായി അടുപ്പിക്കുന്ന സ്ഥലനാമങ്ങളും ധാരാളം. വെളിനല്ലൂരിൽ സുഗ്രീവൻ താമസിച്ചിരുന്ന ഇടം സുഗ്രീവൻ കുന്ന് എന്നും ബാലി താമസിച്ചിരുന്ന ഇടം ബാലിയം കുന്ന് എന്നും അറിയപ്പെടുന്നു. സുഗ്രീവൻ കുന്ന് ഇപ്പോൾ ലോപിച്ച് ഉഗ്രം കുന്ന് എന്നാണ് രേഖകൾ. ഉഗ്രം കുന്നിലാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. അതിനോട് ചേർന്നതിന് ഇണ്ടിളയപ്പൻ മൂർത്തിയുടെ തിരുനടയുണ്ട്. അവിടെ വലം വെച്ച് വരുമ്പോൾ ദൂരെ ബാലിയം കുന്ന് കാണാൻ സാധിക്കും. എന്തായാലും കർക്കിടക മാസത്തിൽ അല്ല എങ്കിൽ പോലും എല്ലാ അവസരത്തിലും ഇത്തരത്തിലുള്ള അപൂർവതകളുള്ള ക്ഷേത്രങ്ങളിൽ ഹൈന്ദവരായ ആൾക്കാർ തെരഞ്ഞു പിടിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ കർക്കിടക മാസത്തിൽ ഇത്തരം പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ അവിടെ ഒന്ന് സന്ദർശനം നടത്താൻ ഏത് ഭക്തന്റെ മനസ്സ് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് തീർച്ചയായും പോവുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.